ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് കീഴിൽ വരുന്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് റൈറ്റ്സ് വിളിച്ചിരിക്കുന്ന ഒരു ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജോബിനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിന് വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ദിവസം നമ്മൾ 2 വീഡിയോ വീതം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ലൈവ് ആയിരിക്കുന്നത് 14/10 ലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത മാസം 12-ാം തീയതി വരെ 12/11/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ഇതിൽ തന്നെ റിട്ടേൺ ടെസ്റ്റിൻ്റെ ഉൾപ്പെടെ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. റിട്ടേൺ ടെസ്റ്റ് വരുന്നത് 23/11 നിങ്ങളുടെ എക്സാം നടക്കുക. ആൻഡ് ഇത് റീജിയൻ വൈസ് വരുന്ന പോസ്റ്റാണ്. ഇപ്പം നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഇങ്ങനെ 4 റീജിയൻസ് ആയിട്ടാണ് ഈ ഒരു എക്സാം വരുന്നത്. സൗത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, കേരള, തമിഴ്നാട്, പുതുച്ചേരി ആൻഡ് ലക്ഷദ്വീപ് ഇത്രയും സ്റ്റേറ്റ്സ് ആണ് സൗത്തിൽ കവർ ചെയ്യുന്നത്. ആൻഡ് റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ വാക്കൻസീസിലേക്കും സെയിം ഡേറ്റ് ആൻഡ് ടൈമിലായിരിക്കും എല്ലാ റീജിയൻസിലും നടക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് ഒരു കാൻഡിഡേറ്റിന് ഒരു വാക്കൻസിയിലേക്ക് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും. നിങ്ങൾക്ക് നോർത്തോ സൗത്തോ എവിടെ വേണോ അപ്ലൈ ചെയ്യും, പക്ഷെ ഒറ്റ റീജിയനിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കുള്ളൂ. അതിനിപ്പോൾ നിങ്ങളുടെ വാക്കൻസീസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന ഡിസിപ്ലിൻ, ഇത് എല്ലാ പോസ്റ്റും വരുന്നത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. അതിൽ സിവിലാണ് ഡിസിപ്ലിൻ വരുന്നതെങ്കിൽ അതിൻ്റെ വാക്കൻസി നമ്പർ നോക്കിക്കഴിയും. നമ്മൾ സൗത്ത് ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെയും റീജിയൻസിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീജിയനിൽ അപ്ലൈ ചെയ്യാം. സൗത്ത് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ വാക്കൻസി നമ്പർ എന്ന് പറയുന്നത് M/64/25 ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫുൾ ടൈം ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. മിനിമം ക്വാളിഫിക്കേഷനാണ് ഡിപ്ലോമ അല്ല. നിങ്ങൾക്ക് അതിനേക്കാളും കൂടിയ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് ബിടെക്കോ അല്ലെങ്കിൽ എംടെക്കോ എന്ത് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതിലെല്ലാത്തിലും തന്നെ എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൽ സൗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 100 വാക്കൻസീസ് ആണ്. ടോട്ടൽ 100 വാക്കൻസീസ് ആയാലും 41 വാക്കൻസീസ് ജനറൽ വാക്കൻസീസ് UR വാക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അടുത്ത് വരുന്നത് ഇലക്ട്രിക്കൽ ആണ്. ഇലക്ട്രിക്കലിനകത്ത് വരുന്നത് ഇത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുകാർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഫുൾ ടൈം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുകാർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ തന്നെ സെയിം തന്നെയാണ്. വാക്കൻസി നോക്കിക്കഴിഞ്ഞാൽ 5 വാക്കൻസിയാണ്. അതിൽ ഒരു വാക്കൻസി എന്ന് പറയുന്നത് OBC ആണ്. ബാക്കി 4 വാക്കൻസീസ് എന്ന് പറയുന്നത് ജനറൽ വാക്കൻസീസ് തന്നെയാണ്. അടുത്ത് വരുന്നത് SND ആണ്. SNDക്കകത്ത് വരുന്ന ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്തും 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ടോട്ടൽ വാക്കൻസീസ് സൗത്തിൽ വാക്കൻസീസ് വന്നിരിക്കുന്നത് ഒരു വാക്കൻസിയാണുള്ള ഒരു ജനറൽ വാക്കൻസി തന്നെയാണ് ഉള്ളത്. അടുത്ത് വന്നിരിക്കുന്ന മെക്കാനിക്കൽ പോസ്റ്റ് ആണ്. മെക്കാനിക്കൽ പോസ്റ്റ് ആണെങ്കിൽ ഇതിനകത്ത് വരുന്ന ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ ഡിസിപ്ലിൻ. ഇതിൽ ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഡിപ്ലോമയോ അതിൽ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ വാക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ 10 വാക്കൻസീസ് ആണ് ഉള്ളത്. അടുത്ത് വരുന്നത് മെറ്റലർജി ആണ്. മെറ്റലർജി എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. 2 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അടുത്ത് കെമിക്കലാണ്. കെമിക്കലിനകത്ത് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ കെമിക്കൽ കെമിക്കൽ ടെക്നോളജി അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ടെക്സ്റ്റൈൽ ലെതർ ടെക്നോളജി ഇതിൽ ഏതിൽ ഡിപ്ലോമ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് 3 വാക്കൻസീസ്. അടുത്ത് വരുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫുൾ ടൈം BSc ഇൻ കെമിസ്ട്രി ആണ്. നിങ്ങൾക്ക് MSc ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. മിനിമം ക്വാളിഫിക്കേഷനാണ് BSc എന്ന് പറയുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് 2 വാക്കൻസീസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സ് പൊസസിങ് ഹയർ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ PG ഡിഗ്രി ഉള്ളവർക്ക് സെയിം ഡിസിപ്ലിൻ ആണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ BSc ഉള്ളവരും MSc ഉള്ളവർ അപ്ലൈ ചെയ്യണമെങ്കിൽ MSc ഇൻ കെമിസ്ട്രി തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ BTech വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ BTech ഇൻ കെമിക്കൽ അല്ലെങ്കിൽ BTech ഇൻ പെട്രോ കെമിക്കൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ ഡിസിപ്ലിൻ ആണ് നിങ്ങൾക്ക് BTech ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മിനിമം ക്വാളിഫിക്കേഷൻ മാത്രമാണ് ഡിപ്ലോമ. അതിനിവിടെ നിങ്ങൾക്ക് PWD കാൻഡിഡേറ്റ്സിൻ്റെ വാക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
आणि ഈ എല്ലാ പോസ്റ്റിലേക്കും ഇത് എല്ലാ പോസ്റ്റും വരുന്നത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റാണ്. ഇതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സാണ്. 40 വയസ്സ് ആപ്ലിക്കേഷൻ ഡേറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ആണ് നോക്കുന്നത്. ആ ദിവസത്തിൽ നിങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് ഇതിൻ്റെ എഡ്യൂക്കേഷൻ അതിന് നിങ്ങളുടെ മാർക്സ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്സ് 50% EWS അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 50% മാർക്ക് വേണ്ടത്. അതേസമയം SC ST OBC PWD കാൻഡിഡേറ്റ്സിന് 45% മാർക്ക് ഉണ്ടായിരിക്കണം. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് PWD കാൻഡിഡേറ്റ്സിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ ഓക്കെ ആണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ആൻഡ് ദെൻ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്കൊരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. റിട്ടേൺ ടെസ്റ്റ് വരുന്നത് റിട്ടേൺ ടെസ്റ്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഒരൊറ്റ റിട്ടേൺ ടെസ്റ്റാണ്. CBT1 CBT2 അങ്ങനെ ഒന്നുമില്ല. ഒറ്റ റിട്ടേൺ ടെസ്റ്റ് മാത്രമാണ് 100% ഓഫ് വെയിറ്റേജും വരുന്നത്. ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 125 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സിലബസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട് അങ്ങനെ 125 മാർക്കിനാണ് എക്സാം വരുന്നത്. 2.5 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും. ആൻഡ് ശ്രദ്ധിക്കുക, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ എക്സാം ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമാണ് ഈ ഒരു പ്രോസസ്സിനകത്ത് വരുന്നത്. ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് ഫോർ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഹൈസ്കൂൾ SSLC സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് എല്ലാ സെമസ്റ്റേഴ്സിൻ്റെ മാർക്ക് ഷീറ്റ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ CGPയിലാണ് നിങ്ങളുടെ മാർക്സ് ഒക്കെ വരുന്നതെങ്കിൽ അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആ ഒരു കൺവേർഷൻ്റെ ഫോം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റ് ഫോം കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇഷ്യൂ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. പെർസെൻറ്റേജ് കൺവേർഷൻ ഡോക്യുമെൻറ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾ EWS SC ST OBC NCL അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം അതെല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആൻഡ് അഡ്രസ് പ്രൂഫ്, പാസ്പോർട്ടോ വോട്ടർ ID ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പാൻ കാർഡ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിന് ഇതെല്ലാം നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതുമാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ എക്സ്പീരിയൻസിൻ്റെയും കൂടെ ആപ്ലിക്കേഷൻ ഫോം എല്ലാം കൂടി ഒറ്റ PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോമിൽ എക്സ്പീരിയൻസ് അപ്ലോഡ് ചെയ്യേണ്ടത് സിംഗിൾ PDF ആയിട്ട് നിങ്ങൾ ഓരോന്നും ഓർഡറിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം PDF ആക്കി അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ നാച്ചുറൽ ആൻഡ് പീരീഡ് ഓഫ് എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ സാലറി വരുന്നത് 16,338 രൂപയാണ് ബേസിക് പേ വരുന്നത്. നിങ്ങൾക്ക് ഒരു മന്ത്ലി എല്ലാം കൂടി കൂട്ടി വരുന്ന സമയത്ത് 29,735 രൂപയോളം നിങ്ങളുടെ സാലറി വരും. ആനുവൽ CTC നോക്കിക്കഴിഞ്ഞാൽ 3,56,819 രൂപയാണ് നിങ്ങളുടെ ആനുവൽ CTC വരുന്നത്. ആൻഡ് ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 300+ ടാക്സ് ആണ് വരുന്നത്. ഇനി EWS SC ST PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അത് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ് കാര്യങ്ങൾ അതുപോലെ തന്നെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 23/11/2025 സൺഡേ ആണ്. ആൻഡ് ശ്രദ്ധിക്കുക, കേരളത്തിൽ എക്സാം വെന്യൂ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ അങ്ങനെ കുറച്ച് സെൻറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സെൻറ്ററിൽ പോയിട്ട് ആയിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടത്. ആൻഡ് ഇതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വാക്കൻസീസും അതുപോലെ തന്നെ ടോട്ടൽ സിലബസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഏകദേശം 35 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവും. അതിൽ ഏതൊക്കെ ആയിരിക്കും ചോദിക്കുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ 35 ക്വസ്റ്റ്യൻ, ലോജിക്കൽ റീസൺ 35 ക്വസ്റ്റ്യൻ, പിന്നെ ബേസിക് അവയർനെസ്സും ജനറൽ നോളജും 20 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ സർട്ടിഫിക്കറ്റ്സും ഏത് ഫോർമാറ്റിലാണ് വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ
പിൻ്റെ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് നിങ്ങളൊരു ബ്ലോഗിലേക്കായിരിക്കും പോകുന്നത്. നമ്മുടെ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സൗത്ത് റീജിയൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വാക്കൻസീസ് ആണെങ്കിലും എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്പറും അതുപോലെ വാക്കൻസി നമ്പർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് ഇത് കുറച്ച് ഈസി ആയിരിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോ ക്വാളിഫിക്കേഷനിലും ഇതിൽ കൊടുത്തിരിക്കുന്ന വാക്കൻസി കോഡ് എന്ന് പറയുന്നത്, വാക്കൻസി നമ്പർ എന്ന് പറയുന്നത് സൗത്ത് ബേസ് ചെയ്തിട്ടുള്ള നമ്പറാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വ്യൂ നോട്ടിഫിക്കേഷൻ കൊടുക്കാം. ഇനി അപ്ലൈ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഈ ഒരു ഫോമിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. അതിനിവിടേക്ക് നിങ്ങൾ ഏത് വാക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വാക്കൻസി നമ്പർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 64/25 ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ആൻഡ് പോസ്റ്റ് അപ്ലൈഡ് ഫോർ അതേ സംഭവം തന്നെ വീണ്ടും ഒന്നും കൂടി വരും. ഇവിടെ കോൺട്രാക്ട് ബേസിസ് ആണ്, അത് നിങ്ങൾ മാറ്റേണ്ടതില്ല, അങ്ങനെ തന്നെയാണ്. പിന്നെ നിങ്ങൾ നെയിം ഓഫ് ആപ്ലിക്കൻറ്റും നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും. അതിനുശേഷം നിങ്ങൾ ഓരോന്നും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാം ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസും ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ചെക്ക് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നിയമനം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോ ആണ്. അതുപോലെ തന്നെ നാഷണൽ ആയുഷ് മിഷൻ്റെ അവസരങ്ങൾ, ഇതൊക്കെ ഡേറ്റ് അവസാനിക്കാറായിട്ടുണ്ട്. ഇതിനൊന്നും അധികം സമയം കൊടുക്കാത്ത നോട്ടിഫിക്കേഷൻസ് ആണ് ഈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നാഷണൽ ആയുഷ് മിഷനൊക്കെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതൊന്നും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഇതിലേക്കൊക്കെ ഈ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും 2 വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം. ഒരു ദിവസം നമ്മൾ 2 വീഡിയോ വീതമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വയ്ക്കുക. വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്